ഒരു ഷിഫ്റ്റിൽ തന്നെ 3500ഓളം കട്ട ഉണ്ടാക്കാനുള്ള സംവിധാനമാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത തന്നെ ഇവിടെ എല്ലാം തന്നെ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഫീഡ് ചെയ്ത് കൊടുത്താൽ മാത്രം ആദ്യമേ തന്നെ നമ്മളതിന്റെ കൂട്ടിട്ട് കൊടുത്താൽ റോ മെറ്റീരിയൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ബാക്കി എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട പുറത്തേക്ക് വരുന്നത്. സാറേ എനിക്ക് ഇതിന്റെ ഒരു മെഷീൻ പ്രവർത്തനം ഇൻഡസ്ട്രി മുക്കം അത് മിഷനറി തന്ന കമ്പനിയുടെ പേരാണ്. മിഷനറി അവരാണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നവരാണ്. ഓക്കെ ഓക്കെ. ഫീഡറിൽ പോയി വീഴുന്നു. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ ഫീഡറിൽ നിന്നാണ് നമ്മുടെ ഈ മെഷീൻ കട്ട ഉണ്ടാക്കുന്ന ഒരു ഇതിലേക്ക് വന്ന് വീഴുന്നത്. ഒരു ഹോൾ ഉണ്ട്, ഈ 2 ഹോളിലേക്ക് വന്ന് വീഴുന്നത്. ഇത് അത് ആ വീണ് കഴിയുമ്പോഴത്തേക്കും അത് ഇതിനൊക്കെ സംവിധാനങ്ങൾ സ്വിച്ച് ഇതൊക്കെ ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ വന്ന് താഴ്ത്തുനിന്നും മേളിൽ നിന്ന് പ്രസ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടാണ് കട്ട നേരെ പൊങ്ങി വരും. അത് നേരെ എടുത്തു വയ്ക്കുന്നു. ഇത് മിനിമം 5 ദിവസം മുതൽ 7 ദിവസം വരെ നനച്ചു കൊടുക്കണം. 3 നേരം നനച്ചു കൊടുക്കുക. പിന്നെ ഒരു 10-12 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് പക്ക സ്ട്രെങ്ത് ആവും. കിട്ടില്ലേ? ചെങ്കൽ എടുത്തിട്ട് നോക്കിയാൽ ആ പൊട്ടി പൊളിഞ്ഞു പോകും. അതുപോലെ കോൺക്രീറ്റ് ബ്ലോക്ക് ആണെങ്കിലും പൊട്ടി പൊളിഞ്ഞു പോകും. അത്രേ ഉള്ളൂ തന്നെ. ഇതിപ്പോ നിങ്ങൾ താഴ്ത്തിട്ട് കണ്ടാണല്ലോ. അതെ, ആ സാധനം നമുക്ക് 10 ദിവസം ശേഷമുള്ളതാണത്. അപ്പൊ 10 ദിവസം കഴിയുമ്പോൾ സാധനം നമുക്ക് അതുപോലെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ ലോറിക്കകത്ത് ടിപ്പ് ചെയ്യാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഗ്യാരണ്ടിയാണ്, ഒരു കട്ടോലും പൊട്ടില്ല. ഞാൻ ചോദിക്കട്ടെ സാറേ, ഒരു ഇതുപോലുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് ആഴമായ അറിവ് എന്തായാലും ഒരു പരിധിയോളം ഉണ്ടാവണം, അല്ലെങ്കിൽ പഠിച്ചെടുക്കണം. അത് സാറിന് എന്തുകൊണ്ടാണ് ഈ ഒരു സെക്ഷനിൽ? അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 33 വർഷമായിട്ട് ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. ഞാൻ സിവിൽ IT കഴിഞ്ഞിട്ട് ഞാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്ത് അതിനുശേഷം 34 വർഷമാണ് സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫേമിൻ്റെ ഒരു പെർഫെക്റ്റ് ബിൽഡേഴ്സ് ആണ്. പുതിയകാവിലാണ് എൻ്റെ ഓഫീസ്. അപ്പോൾ വൈക്കത്തും എൻ്റെ ഒരു ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഫീൽഡിലായിട്ട് ബന്ധപ്പെട്ടുള്ള ആയതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് ഒരു 2 വർഷമായിട്ട് എനിക്ക് അറിയാൻ കൃത്യമായിട്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതൊരു സൈറ്റിൽ ഇത് ഉപയോഗിക്കാനായിട്ട് എൻ്റെ ഓർഡർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ഇത് അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ സ്കെയിൽസിറ്റി, ഇതിൻ്റെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കി. ഈ സാധനം ഉദ്ദേശിച്ചത്ര എളുപ്പത്തിൽ കിട്ടുന്നില്ല. പ്രൊഡക്ഷൻ കുറവാണ്. പല യൂണിറ്റുകളിലും പ്രൊഡക്ഷൻ കുറവാണ്. 800, 1000, 1200 കട്ടയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഇതിൻ്റെ അത്യാവശ്യം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് എൻ്റെ ഒരു കസ്റ്റൻ ഉണ്ട്, ജോജി. ജോജി പറ, ഇത് എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളുടെ മോനാണ്. അതെ, ഇവൻ വിദേശത്തായിരുന്നു. 14 വർഷം ദുബായിലായിരുന്നു. ഇവനും അവിടെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജോലി ഈ ഫീൽഡ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇവൻ ഇവിടെ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനൊരു ആഗ്രഹം വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവരോട് പറയണം, നമുക്ക് ഇങ്ങനെ കമ്പനി തുടങ്ങാം, എന്നെക്കൊണ്ടൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ ഇവനെ ചേരാന്ന് പറയാം. അങ്ങനെ ഞാൻ ഇവരോട് ചേർന്നുകൊണ്ടാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത്. എന്തായാലും ഇത് ഒരു നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ഉപകാരമാണെന്ന് തന്നെ പറയാം. 35 രൂപയ്ക്ക് ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ നമ്മൾക്കൊക്കെ ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സ്വപ്ന ഭവനമാണ്. അത് ബിൽഡിംഗ് നമ്മൾ ബിസിനസ് ചെയ്യുന്ന ബിൽഡിംഗ് ആയിക്കോട്ടെ, അതുപോലെ വീടുകളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ബിൽഡിങ്ങും അതൊരു സ്വപ്നതുല്യമായ രീതിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് പണി പൂർത്തിയാക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു അച്ചീവ്മെന്റ് ആണ്. നമുക്ക് ആ സ്വപ്ന ഭവനം അതിൻ്റെ പൂർണ്ണതയോടുകൂടി വളരെ വില കുറഞ്ഞ രീതിയിൽ കിട്ടുക എന്നുള്ളത് കട്ട കെട്ടി. ഈ ഭവനങ്ങൾ എപ്പോഴും അത് ഈട് നിൽക്കുക എന്നുള്ളത് അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ ഏതൊക്കെ സാമഗ്രികൾ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചാണ് അത് എത്ര കാലം ഈട് നിൽക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പം ഈ 35 രൂപയ്ക്ക് ഹൈ പ്രഷറോട് കൂടിയിട്ട് വീടിൻ്റെ വാളുകൾ അത്രയ്ക്കും ശക്തമായ രീതിയിൽ തന്നെ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ബ്രിക്സ്, ഇവിടെ ഉണ്ടാക്കുന്ന ഈ ബ്രിക്സ് എന്നുള്ളത്. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ ആ ബിൽഡിങ്ങിന് വർഷങ്ങളുടെ ഈട് നിൽപ്പ് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ മുടക്കിയ പൈസ ഒരു ലാഭകരമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. സാറേ, ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്? അത് ഈ സാധാരണ ജനങ്ങൾക്ക് ഇത് ആഗ്രഹം ഉണ്ടാവും, ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. എന്താണ് ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാൻ? ക്വാളിറ്റിയെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ സാധാരണ ചെങ്കലിനകത്ത് ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ, ഒരു ലോഡിന്റെ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ 13 ടൺ വരെ ലോഡ് കൊടുത്താൽ ഇത് പൊടിഞ്ഞു പോകും.
ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് ആണ് സാധാരണ ഇതിൽ 16-17 ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. ഈ ലാറ്റേറ്റ് ഈ എംബ്രിക്കിന്റെ അകത്ത് മഡ്ബ്രിക്കിന്റെ അകത്ത് നമ്മൾ 25 ടൺ മുതൽ 30 ടൺ വരെ വെയിറ്റ് കൊടുത്താലും ഇത് പൊടിയുന്നതായിട്ട് കാണുന്നില്ല. അതിന്റെ സ്ട്രെങ്ത്. കൂടാതെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും മെറ്റീരിയൽസിന്റെ ലാഭം നമുക്ക് 20% മുതൽ 30% വരെ നമുക്ക് മെറ്റീരിയൽസ് ലാഭമുണ്ട്. കാരണം ഇത് ഫിനിഷിംഗ് ഉള്ളതുകൊണ്ട്, പക്ക ഫിനിഷിംഗ് ആയ മെറ്റീരിയൽ ആയതുകൊണ്ട് തേക്കാനൊക്കെ സിമെന്റ് വളരെ കുറച്ച് മതി, എളുപ്പത്തിൽ പണി നടക്കുന്നു. ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ ഒരു 5-6 ബിൽഡിങ്സ് ഇതോടൊപ്പം തന്നെ ഇപ്പോൾ വെക്കുന്നുണ്ട്, പണിത് പോകുന്നുണ്ട്. എല്ലാം ഈ കട്ട ഉപയോഗിക്കും. ഒരു 4000 സ്ക്വയർ ഫീറ്റിൽ അടുത്തുള്ള ബിൽഡിംഗ് ഇപ്പോൾ ഞാൻ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് പുതിയ ഞാൻ പണി പൂർത്തിയാക്കി.